വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10 ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് പ്രിസെറ്റാണ് തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരായിരിക്കും, അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുക്കും, അതെല്ലാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കി പോസ്റ്റും ചെയ്യും. സോ ആ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോറി കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് തരുന്ന ഈ ഒരു 10 പ്രിസെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ പ്രിസെറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് സ്റ്റോറി ആക്കി പോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പുതിയൊരു എഡിറ്റിംഗ് പേജ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. AP.editing gallery എന്നാണ് യൂസർ നെയിം. സോ നിങ്ങൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നമുക്ക് ഇന്ന് തരാൻ വേണ്ടി പോകുന്ന ആ ഒരു 10 പ്രിസെറ്റിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. അതിനുശേഷം നമുക്ക് ഇനി ഒരു പ്രിസെറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിസെറ്റ് എങ്ങനെ ഡൗൺലോഡ് എടുക്കാൻ നോക്കാം. അത് നിങ്ങൾ താഴെ കൊടുത്ത് ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നിട്ടൊരു റെഡ് ബോക്സ് കാണാൻ കഴിയും. ജസ്റ്റ് ഇതാ ഡൗൺലോഡ് ആവുന്ന റെഡ് ബോക്സ് ഉണ്ട്. ജസ്റ്റ് ആ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ക്രോം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്രോം സെലക്ട് ചെയ്യാം. ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ക്രോമാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇൻ്റർഫേസ് ആയി നിങ്ങൾക്ക് കിട്ടുക. ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രീസെറ്റ്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീസെറ്റ് എല്ലാം ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഫസ്റ്റ് പ്രീസെറ്റിൻ്റെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ലോഡിങ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ 10 പ്രിസെറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ എല്ലാ പ്രിസെറ്റും നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിസെറ്റിൽ ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു 10 പ്രിസെറ്റും ഒറ്റ ഗ്രൂപ്പിലേക്ക് സെക്ഷനായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പ്രിസെറ്റ്സ് എല്ലാം ലൈറ്റ് റൂമിലേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ പ്രിസെറ്റും ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രിസെറ്റ് ഓപ്പൺ ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ത്രിബിൾ ഡോട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ ക്രിയേറ്റീവ് പ്രിസെറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റീവ് പ്രിസെറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ വന്നിട്ട് കാണാൻ കഴിയും പ്രീസെറ്റ് ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ പ്രീസെറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു എയർ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതായത് ഒരു നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോറി ആൻഡ് ട്രാവൽ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക നിങ്ങളും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രിസെറ്റിൻ്റെ ഒരു നെയിം കൊടുക്കുക, അത് -1 എന്ന് തന്നെ കൊടുക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള 9 പ്രിസെറ്റ് നിങ്ങൾ ഒറ്റ ഗ്രൂപ്പിലേക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്യാൻ സമയത്ത് നേരെ നിങ്ങൾ ജസ്റ്റ് ആ പ്രിസെറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറി ആൻഡ് ട്രാവൽ എന്നുള്ള സെക്ഷൻ ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം ഓരോ പ്രിസെറ്റും ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഓരോ പ്രിസെറ്റ് എടുത്ത് കോപ്പി ചെയ്ത് നിങ്ങൾ ഫോട്ടോ എടുത്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് എല്ലാ പ്രിസെറ്റും ആ ഒരു 10 പ്രിസെറ്റും ഒരു ഗ്രൂപ്പിലേക്ക് ആക്കി മാറ്റി വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഗുണം നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോ ഇവിടെ എടുത്ത് അതിനുശേഷം പ്രിസെറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറി ആൻഡ് പ്രിസെറ്റ് എന്നുള്ള ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം ഓരോ പ്രിസെറ്റും ആഡ് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിനകത്ത് കുറച്ചും കൂടി ലുക്ക് തോന്നിക്കുന്നത് ആ ഒരു പ്രിസെറ്റ് ഇട്ടുകൊണ്ട് ബാക്കി അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്രോപ്പ് ഓപ്ഷനിൽ പോയതിന് ശേഷം 9:16 റേഷ്യോ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ സ്റ്റോറിൻ്റെ അതേ റേഷ്യോ ആണ്. ക്വാളിറ്റി കുറയാതെ തന്നെ നമുക്ക് സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.